ദൈവിക സംരക്ഷണവും കരുതലും എപ്പോഴും തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം വ്യക്തമായി വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അത് ദൈവവചനത്തിൻ്റെ ആദ്യം മുതൽ നാം പഠിക്കുമ്പോൾ അത് വളരെ തികവാർന്ന വാഗ്ദത്തങ്ങളിലൂടെ തൻ്റെ മക്കൾക്ക് വേണ്ടി അത് വെളിപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും എന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്. അതെ, ജീവിതത്തിൽ പലപ്പോഴും സമ്മർദ്ദവും പ്രശ്നവും ഓളങ്ങളും തിരമാലകളും കടന്നു വരുവാൻ സാധ്യതയുണ്ട്. നിരാശയും വേദനയും നമ്മെ മുക്കിക്കളയത്തക്കവണ്ണം അത് നമ്മെ പിന്തുടർന്ന് പിടിക്കാറുണ്ട്. 43-ാം സങ്കീർത്തനം 2-ാം വാക്യം, നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല. അതെ, നദിയിൽ കൂടി കടക്കുമ്പോൾ അത് നിൻ്റെ മേൽ കവിയാതെ വണ്ണം ദൈവം തൻ്റെ കരങ്ങളിൽ നമ്മെ വഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. 91-ാം സങ്കീർത്തനം 7-ാം വാക്യം, നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരത്തില്ല. അതെ, ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ശത്രു അടുത്തു വരാതെ വണ്ണം ദൈവം തൻ്റെ സംരക്ഷണ വലയത്തിൻ കീഴിൽ അവനെ പരിപാലിക്കുന്നു. അതെ, നമുക്ക് കാണുവാൻ കഴിയും, മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പിന്തുടരും, കൊല്ലും, കൊള്ള പങ്കിടും എന്നൊക്കെ പറഞ്ഞ് ഫറവോന്യ സൈന്യങ്ങൾ അവർക്ക് നേരെ അടുത്ത് ചെന്നപ്പോൾ ഇസ്രായേലിലും മിസ്രയീമിലും തമ്മിൽ കാണാതെ വണ്ണം ദൈവം അവരെ മറച്ചിരുന്നു. അതെ, യെശയ്യാ പ്രവചനം 41-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അതെ, ജീവിതത്തിൻ്റെ ഏത് നിർണായക ഘട്ടങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയോ കടഭാരങ്ങളിലൂടെയോ പ്രയാസങ്ങളിലൂടെയോ പ്രശ്നങ്ങളിലൂടെയോ ഇന്നെന്നെ കേൾക്കുന്ന നമ്മളിൽ ആരെങ്കിലും പോകുന്നുവെങ്കിൽ അതെ, ദൈവം നിനക്ക് വേണ്ടി കരുതും. ദൈവം നിന്നെ സംരക്ഷിക്കും. ദൈവം തൻ്റെ സാന്നിധ്യം അയച്ച് നിന്നെ വിടുവിക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.